TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്, മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻറ്റ്സ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ആദ്യമായിട്ട് നമുക്ക് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ആ ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് ധാരാളം മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ചുറ്റിലുമുണ്ട്. ബാക്ടീരിയ ആയിട്ടും വൈറസ് ആയിട്ടും ഫംഗസുകളായിട്ടും ഒക്കെ ധാരാളം മൈക്രോ ഓർഗാനിസംസുകളുണ്ട്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് പ്രയോജനകരമായിട്ടുള്ള കുറേ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. We use microbes or products derived from them every day. A common example is the production of curd from milk. നമുക്കെല്ലാം അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് തൈര്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. പാലിനെ പൊളിപ്പിച്ചാണ് നമ്മൾ തൈരുണ്ടാക്കുന്നത്. അത് സഹായിക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. എന്താണ് ആ ബാക്ടീരിയയുടെ പേര്? ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ വിളിക്കുന്നത്. ആ കാറ്റഗറിയിൽ വരുന്ന ബാക്ടീരിയയെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. കാരണം ഈ ബാക്ടീരിയാസ് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ലാക്റ്റിക് ആസിഡാണ് ഇത്തരം പ്രോസസ്സിനെ, ഫെർമെന്റേഷൻ പ്രോസസ്സിനെ, പുളിപ്പിക്കൽ പ്രോസസ്സിനെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയയെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് ലാബ്. എന്താ അതിൻ്റെ ഫുൾ ഫോം? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ധാരാളം മൈക്രോ ഓർഗാനിസംസിന്റെ പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ തന്നെ നമ്മൾ എവരിഡേ ലൈഫിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോമൺ എക്സാമ്പിൾ ആണ് പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. മൈക്രോ ഓർഗാനിസംസ് സച്ച് ആസ് ലാക്ടോബാസിലസ് ആൻഡ് അതേഴ്സ് കോമൺലി കാൾഡ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഗ്രോ ഇൻ മിൽക്ക് ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു കേർഡ്. During growth, the lab produce acids that coagulate and partially digest milk proteins. ഇപ്പോൾ ബാക്ടീരിയ, ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? അപ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചു, അത് പാലിനെ തൈരാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മിൽക്കിൽ പ്രോട്ടീനുണ്ട്. ആ മിൽക്ക് പ്രോട്ടീനെ ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ഭക്ഷണമാക്കുന്നു. ഭക്ഷണമാക്കിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ്. എ സ്മാൾ എമൗണ്ട് ഓഫ് കേർഡ് ആഡഡ് ടു ദ ഫ്രഷ് മിൽക്ക് ആസ് ഇനോക്കുലം ഓർ സ്റ്റാർട്ടർ കണ്ടെയ്ൻസ് മില്യൺസ് ഓഫ് ലാബ്. നമുക്കറിയാം, ഈ പാലിനെ പുളിപ്പിക്കുന്നതിന് വേണ്ടി, തൈരാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? കുറച്ച് ഈ തൈരിന്റെ ഉറയെന്നാണ് നമ്മൾ വിളിക്കുക, അല്ലെ? അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു? കുറച്ച് ഈ പാലിലേക്ക് ചേർക്കുന്നു. അപ്പൊ അങ്ങനെ ചേർക്കുന്ന ആ ഇനോക്കുലം ഓർ സ്റ്റാർട്ടർ, അതിലെന്തുണ്ട്? മില്യൺസ് ഓഫ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസ് ഉണ്ട്. അത് അനുയോജ്യമായ ടെമ്പറേച്ചറിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മിൽക്കിനെ എന്താക്കി മാറ്റും? കേർഡാക്കി മാറ്റും. എ സ്മാൾ എമൗണ്ട് ഓഫ് കേർഡ് ആഡഡ് ടു ദ ഫ്രഷ് മിൽക്ക് ആസ് ഇനോക്കുലം ഓർ സ്റ്റാർട്ടർ കണ്ടെയ്ൻ മില്യൺസ് ഓഫ് ലാബ് which at suitable temperatures multiply, thus converting milk to curd. ഈ കേർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ശരീരത്തിന് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഭക്ഷണ വസ്തുവാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ കേർഡിൽ ധാരാളം വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കേർഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. Curd improves its nutritional quality by increasing vitamin B12. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്
നമുക്ക് ശരീരത്തിന് ദോഷകരമായ കുറേ ബാക്ടീരിയാസും നമ്മുടെ ഫുഡിൽ കൂടെ നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നുണ്ട്. അപ്പൊ അത്തരം ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്നതിലും ഈ കേർഡ് എന്ന് പറയുന്ന ഫുഡ് അല്ലെങ്കിൽ ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ സഹായിക്കുന്നുണ്ട്. അപ്പൊ കേർഡ് നമ്മുടെ പ്രയോജനകരമായിട്ടുള്ള ബാക്ടീരിയകളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനൊപ്പം ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിലും വലിയൊരു പങ്ക് ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ വഹിക്കുന്നുണ്ട്. Curd improve its nutritional quality by increasing vitamin B12. In our stomach, lab play very beneficial role in checking disease-causing microbes. നമുക്കൊക്കെ അറിയാവുന്നതാണ്, വീട്ടിൽ നമ്മൾ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ മാവ് അരച്ചിട്ട് നമ്മളത് പുളിപ്പിക്കാൻ വേണ്ടി വെക്കും. അപ്പൊ അങ്ങനെ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഡഫ് അത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഇരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വെച്ചിരുന്നതിനേക്കാളും ധാരാളം അത് ക്വാണ്ടിറ്റി കൂടി വരുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഈ മാവ് പുളിപ്പിച്ച് മാറ്റുന്നത് പ്രധാന പങ്ക് വഹിക്കുന്നത് ഇതിനകത്തുള്ള ബാക്ടീരിയാസ് ആണ്. ഈ ബാക്ടീരിയാസ് അത് ഫെർമെന്റേഷൻ നടത്തുകയും ആ ഫെർമെന്റേഷന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യും. ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ദോശമാവൊക്കെ നമ്മൾ കല്ലിൽ ദോശ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ഇങ്ങനെ ഹോളുകളായിട്ട് അവിടെ മാറുന്നത്. മാവ് ദോശ കല്ലിലേക്ക് ഒഴിക്കുമ്പോൾ ധാരാളം ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ ഉണ്ടായി അതിൽ നിന്നും വായു പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ വായു എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. The duff which is used for making foods such as dosa and idli is also fermented by bacteria. അപ്പോൾ ഇത് ഫെർമെന്റേഷൻ സഹായിക്കുന്നത് ബാക്ടീരിയാസ് ആണ്. The puffed up appearance of duff is due to the production of carbon dioxide gas. അപ്പോൾ ദോശമാവ് ഈ രീതിയിൽ ഈ കുമിളകളായിട്ട് ഇങ്ങനെ വരുന്നതിന്റെ കാരണം അതിന്റെ എന്താണ്? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നതാണ്. ഇനി ബ്രെഡ് ഉണ്ടാക്കാൻ എടുക്കുന്നത് അതിന്റെ ഡഫ്, അതിന്റെ മാവായാലും അതിനെ ഫെർമെന്റ് ചെയ്യിപ്പിക്കുന്നത് ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആ ഈസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബേക്കേഴ്സ് ഈസ്റ്റ് ഓർ അതർവൈസ് സാക്രോമൈസസ് സെർവീസിയെ. ആ ഈസ്റ്റിന്റെ സുവോളജിക്കൽ നെയിമാണ് സാക്രോമൈസസ് സെർവീസിയെ. കോമൺലി അതിനെ വിളിക്കുന്ന പേര് ബേക്കേഴ്സ് ഈസ്റ്റ്. ബേക്കറികളിൽ ഒരുപാട് പുളിപ്പിക്കൽ പ്രോസസ്സുകൾ ഉള്ള ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് ഈസ്റ്റാണ്. ആ ഈസ്റ്റിനെ ബയോളജിക്കലി വി കോൾ ഇറ്റ് ആസ് സാക്രോമൈസസ് സെർവീസിയെ. ഫെർമെന്റേഷന് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ഈസ്റ്റ് ആണ്. ഈസ്റ്റിന്റെ ബയോളജിക്കൽ നെയിം സാക്രോമൈസസ് സെർവീസിയെ. ഇതും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ടുഡി, കള്ള്. ഇത് ട്രഡീഷണൽ ഫുഡ് ഓഫ് കേരള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ധാരാളം തെങ്ങിൽ നിന്നും അതുപോലെ പനയിൽ നിന്നും ഒക്കെയുള്ള ഈ ഒരു സാപ്പ് അത് തൊഴിലാളികൾ കയറി ഇങ്ങനെ ചെത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെയും ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ ഫെർമെന്റേഷൻ പ്രോസസ്സ് ഇതിന് പുളിപ്പിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയും ഇത് ഹെൽപ്പ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് തന്നെ. A number of traditional drinks and foods are also made by fermentation by the microbes. Today, a traditional drink of some parts of southern India is made by fermenting sap from palms. ഇനി അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫെർമെന്റേഷൻ പ്രോസസ്സിന് വിധേയമാക്കുന്ന മറ്റു ചില ഫുഡുകൾ പരിചയപ്പെടാം. ഫിഷിന്റെ ഫെർമെന്റേഷന് വേണ്ടി സോയാബീന്, ബാംബൂ ഷൂട്ട്സ്. നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് ബാംബൂ ഷൂട്ട്സ്. അതെല്ലാം ഈ ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സിന് വേണ്ടി മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് ആണ്. ചീസ്, പാൽക്കട്ടി എന്നൊക്കെ പറയുന്ന ചീസ് അല്ലെങ്കിൽ വെണ്ണ എന്ന് പറയുന്നത് അതും ഒരു ഫുഡ് ഐറ്റംസ് ആണ്.
മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫുഡാണ്. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ചീസ് ആർ നോൺ ബൈ ദർ ക്യാരക്ടറിസ്റ്റിക് ടെക്സ്ചർ, ഫ്ലേവർ ആൻഡ് ടേസ്റ്റ്, ദ സ്പെസിഫിസിറ്റി കമ്മിങ് ഫ്രം ദ മൈക്രോബ്സ് യൂസ്ഡ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്ന ഫുഡ് മെറ്റീരിയൽസ് ഡിഫറെന്റ് വെറൈറ്റീസ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഫോർ എക്സാമ്പിൾ സ്വിസ് ചീസ് എന്നറിയപ്പെടുന്ന ഒരു ചീസ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ഒരു ബാക്ടീരിയത്തിനെ ഉപയോഗിച്ചാണ് അതിനെ ഫെർമെന്റ് ചെയ്യുന്നത്. ആ ബാക്ടീരിയത്തിനെ വിളിക്കുന്ന പേര് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാനി എന്നാണ്. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാനി. ഈ ഒരു ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്വിസ് ചീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയും ഈ ചീസിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് ധാരാളം വലിയ ഹോളുകൾ രൂപപ്പെട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതും കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ കാരണം, അതിൻ്റെ ഫെർമെന്റേഷൻ പ്രോസസ്സിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കാരണമാണ് ഇത്തരം ഹോളുകൾ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ലാർജ് ഹോൾസ് ഇൻ സ്വിസ് ചീസ് are due to production of a large amount of carbon dioxide by a bacterium named Propionibacterium shermani. അതുപോലെ മറ്റൊരു ചീസാണ് റോക്ക്ഫോർട്ട് ചീസ്. ഇവിടെ ബാക്ടീരിയ അല്ല ഉപയോഗിക്കുന്നത്, ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ഫംഗസ് ആണ്. ഒരു ഫംഗസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ പ്രോസസ് ചെയ്തെടുക്കുന്നത്. റോക്ക്ഫോർട്ട് ചീസ് are ripened by growing a specific fungi on them, which gives them a particular flavor. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ഫംഗസിന്റെ സാന്നിധ്യമാണ് റോക്ക്ഫോർട്ട് ചീസിൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചില മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, എൻസൈംസ്, അതുപോലെ തന്നെ കുറച്ച് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്, ഇതിനെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. Microbes are used for commercial and industrial production of certain chemicals like organic acids, alcohols and enzymes. Microbesine എന്തിനു ഉപയോഗിക്കുന്നു? Used for commercial and industrial production of certain chemicals like organic acids, alcohols and enzymes. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് അസ്പെർജിലസ് നൈജർ എന്ന് പറയുന്ന ഫംഗസ്. ആ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സിട്രിക് ആസിഡ്. അസ്പെർജിലസ് നൈജർ എന്ന് പറയുന്ന ഫംഗസ്, ആ ഫംഗസിൽ നിന്നും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സിട്രിക് ആസിഡ്. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് അസറ്റോബാക്ടർ അസറ്റി. ഇറ്റ് ഈസ് എ ബാക്ടീരിയം. ആ ബാക്ടീരിയത്തിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് അസറ്റിക് ആസിഡ്. അസറ്റോബാക്ടർ അസറ്റി എന്ന് പറയുന്ന ബാക്ടീരിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അസറ്റിക് ആസിഡ്. ഇനി ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം, അതും ഒരു ബാക്ടീരിയ ആണ്. അതിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബ്യൂട്രിക് ആസിഡ്. ലാക്ടോബാസിലസിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അതിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ്. ഈസ്റ്റ് നേരത്തെ സൂചിപ്പിച്ചതാണ് ഈസ്റ്റ്, സാക്രോമൈസസ് സെർവീസിയെ, യൂസ്ഡ് ഫോർ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ. എത്തനോളിന്റെ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്നത് ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ചില എൻസൈംസുകളുടെ പേര് പരിചയപ്പെടാം. ലിപ്പേസസ്. ലിപ്പേസസ് എന്ന് പറയുന്നത് ലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് ലിപ്പേസസ്. എണ്ണയും കൊഴുപ്പും അടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ വരുന്ന കാറ്റഗറിയാണ് ലിപ്പിഡ്സ്. അപ്പൊ നമ്മുടെ വസ്ത്രങ്ങളിലോ മറ്റുമൊക്കെ എണ്ണയുടെ അംശമോ മറ്റുമൊക്കെ അടങ്ങിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആ കറ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഡിറ്റർജന്റുകൾ ഉപയോഗിക്കാറുണ്ട്. ആ ഡിറ്റർജന്റുകളിൽ ഇത്തരം എണ്ണയുടെ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ലിപ്പേസസ് എൻസൈംസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ ലിപ്പേസസ് എൻസൈം ഈ ലിപ്പിഡ് അല്ലെങ്കിൽ ഓയിൽ അതിനെ നശിപ്പിക്കുന്നു. Lipases are used in detergent formulations and are helpful in removing oil stains. Oil stains മാറ്റുവാൻ സഹായിക്കുന്നു from the laundry. ഇനി മറ്റു രണ്ട് എൻസൈംസ് ആണ് പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, പെക്റ്റിൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് പെക്റ്റിനേസസ്, പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് പ്രോട്ടിയേസസ്. അപ്പൊ ഈ ഒരു എൻസൈംസുകൾ ബോട്ടിൽഡ് ഫ്രൂട്ട് ജ്യൂസസിൽ അതിനെ കുറച്ചുകൂടെ ഒന്ന് ക്ലിയറർ ആക്കിയെടുക്കാൻ, അതിൻ്റെ ഹാർഡ്നെസ് കുറച്ച് നല്ല
ലൈറ്റാക്കി മാറ്റുവാൻ ഉപയോഗിക്കും. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട് ജ്യൂസസ് ആണെങ്കിൽ നല്ല കട്ടിയുള്ള ഫ്രൂട്ട് ജ്യൂസസ് ആയിരിക്കും. അപ്പോൾ ആ ഫ്രൂട്ട് ജ്യൂസസിൻ്റെ കട്ടി മാറ്റിയിട്ട് നല്ല ലൈറ്റായിട്ട് അതിനെ കുടിക്കുവാനൊക്കെ എളുപ്പത്തിന് മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇത്തരം എൻസൈംസുകൾ ചേർക്കാറുണ്ട്. പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈംസ് മൈക്രോ ഓർഗാനിസംസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ്. ബോട്ടിൽഡ് ഫ്രൂട്ട് ജ്യൂസസ് ബോട്ട് ഫ്രം ദ മാർക്കറ്റ് ആർ ക്ലിയറർ ആസ് കമ്പയർഡ് ടു ദോസ് മേഡ് അറ്റ് ഹോം. നമ്മൾ വാങ്ങുന്ന ഈ ബോട്ടിൽഡ് ജ്യൂസസ് ആണെങ്കിൽ അത്ര ഒരു കട്ടി ഉണ്ടാകില്ല. വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസസ് ആണെങ്കിൽ അത് നമ്മൾ വെള്ളമൊഴിച്ച് നേർപ്പിച്ച് എടുത്താൽ മാത്രമേ ആ കട്ടി കുറഞ്ഞ് കിട്ടത്തുള്ളൂ. This is because the bottled juices are clarified by the use of pectinases and proteases. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് ഈ ബോട്ടിൽഡ് ജ്യൂസസിൽ ഈ എൻസൈംസ് ഉപയോഗിക്കുന്നുണ്ട്. പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ് ഉപയോഗിച്ച് അതിനെ നേർപ്പിച്ച് എടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനേസ്. ഈ സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന എൻസൈം സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ്. ഈ എൻസൈം ഒരു മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നു. എന്തിനു സഹായിക്കുന്ന മെഡിസിൻ എന്നറിയാമോ? ക്ലോട്ട് ബസ്റ്റർ ആണ്. ക്ലോട്ട് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് പേഷ്യൻസിലും മറ്റുമൊക്കെ അവരുടെ ആർട്ടറിക്കകത്ത് കൊളസ്ട്രോളും മറ്റു കൊഴുപ്പുകളും ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബ്ലഡ് ക്ലോട്ടായി മാറാറുണ്ട്. രക്തം കട്ട പിടിക്കുന്ന പ്രോസസ്സ് ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ ആ ബ്ലോക്കിനെ അലിയിച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ അതെടുക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഈ സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം എടുക്കുന്നത്. അപ്പോൾ സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം എന്തിനുപയോഗിക്കുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ for removing clots from the blood vessels of patients who have undergone myocardial infarction leading to heart attack. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട്. ആ ബ്ലഡ് ക്ലോട്ടിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഈ സ്ട്രെപ്റ്റോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഒരു ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി മറ്റൊരു മെഡിസിനൽ പ്രോഡക്റ്റ് ആണ് സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത് ഒരു ഫംഗസിൽ നിന്നും എടുക്കുന്ന ഒരു മെഡിസിനാണ്. സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് ഫംഗസിന്റെ പേര് ട്രൈക്കോഡെർമ പോളിസ്പോറം. ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നും എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സൈക്ലോസ്പോറിൻ എ. അതെന്തിനുപയോഗിക്കുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്. അവയവങ്ങൾ മാറ്റിവെക്കുന്ന ആൾക്കാർ അവയവങ്ങൾ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ശരീരം ഈ അവയവങ്ങളെ ആന്റിബോഡി റിയാക്ഷൻ നടന്നിട്ട് ചിലപ്പോൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുന്ന ഓർഗൻ, ഇപ്പോൾ ഹാർട്ടാകാം, അതുപോലെ തന്നെ ലിവർ ആകാം, കിഡ്നി ആകാം, അങ്ങനെയുള്ള ട്രാൻസ്പ്ലാന്റേഷന് വിധേയമാകുമ്പോൾ ആ ഓർഗനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി മെക്കാനിസം റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കും. ആ മെഡിസിന് ഒരു എക്സാമ്പിളാണ് സൈക്ലോസ്പോറിൻ എ. അതെടുക്കുന്നത് ഒരു ഫംഗസിൽ നിന്നാണ്. ആ ഫംഗസിന്റെ പേരാണ് ട്രൈക്കോഡെർമ പോളിസ്പോറം. The bioactive molecule cyclosporin A is used as an immunosuppressive agent in organ transplant patients. Is produced by the fungus Trichoderma polyspora. ഇനി അതുപോലെ മറ്റൊരു എൻസൈമാണ് സ്റ്റാറ്റിൻസ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈസ്റ്റ്. മൊണാസ്കസ് പർപ്യൂറസ് എന്ന് പറയുന്ന ഒരു ഈസ്റ്റിൽ നിന്നുമാണ് ഈ സ്റ്റാറ്റിൻ എന്ന് പറയുന്ന മെഡിസിൻ എടുക്കുന്നത്. ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻസ് ആയിട്ടാണ്. അപ്പോൾ ഈ എൻസൈംസ് ശരീരത്തിൽ കൊളസ്ട്രോൾ സിന്തസൈസ് ചെയ്യുന്ന എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് കൊളസ്ട്രോൾ സിന്തസിസിനെ പ്രിവെന്റ് ചെയ്യും. അപ്പം അതിന് സഹായിക്കുന്ന ഒരു എൻസൈമാണ് സ്റ്റാറ്റിൻ. Statins produced by the yeast Monascus purpurus have been commercialized as blood cholesterol lowering agents.
It acts by competitively inhibiting the enzyme responsible for the synthesis of cholesterol. കൊളസ്ട്രോൾ സിന്തസൈസ് ചെയ്യുന്ന എൻസൈംസിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതുവരെ മനസ്സിലാക്കിയ മൈക്രോ ഓർഗാനിസംസിനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ പ്രധാനമായിട്ടും 4 ബാക്ടീരിയയുടെ പേരുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് അവയുടെ പേരും അവയുടെ പ്രോഡക്റ്റും നോക്കൂ. ലാക്ടോബാസിലസ്, പ്രോഡക്റ്റ് ലാക്റ്റിക് ആസിഡ്. അസറ്റോബാക്ടർ അസറ്റി, പ്രോഡക്റ്റ് അസറ്റിക് ആസിഡ്. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം, പ്രോഡക്റ്റ് ബ്യൂട്രിക് ആസിഡ്. സ്ട്രെപ്റ്റോകോക്കസ്, പ്രോഡക്റ്റ് സ്ട്രെപ്റ്റോകൈനേസ്. ഇങ്ങനെ 4 ബാക്ടീരിയയുടെ പേര്, അവയുടെ പ്രോഡക്റ്റ്. ലാക്ടോബാസിലസ് ലാക്റ്റിക് ആസിഡ്, അസറ്റോബാക്ടർ അസറ്റി അസറ്റിക് ആസിഡ്, ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം ബ്യൂട്രിക് ആസിഡ്, സ്ട്രെപ്റ്റോകോക്കസ് സ്ട്രെപ്റ്റോകൈനേസ്. ഈ 2 ഈസ്റ്റിന്റെ പേരുകൾ പഠിച്ചു. മൊണാസ്കസ് പർപ്യൂറസ്, സാക്രോമൈസസ് സെർവീസിയെ. മൊണാസ്കസ് പർപ്യൂറസിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് സ്റ്റാറ്റിൻസ്. സാക്രോമൈസസ് സെർവീസിയെ പ്രോഡക്റ്റ് എത്തനോൾ. 2 ഫംഗസിന്റെ പേരുകൾ പഠിച്ചു. അസ്പെർജിലസ് നൈജർ, ട്രൈക്കോഡെർമ പോളിസ്പോറം. അസ്പെർജിലസ് നൈജറിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റ് സിട്രിക് ആസിഡ്. ട്രൈക്കോഡെർമ പോളിസ്പോറം പ്രോഡക്റ്റ് സൈക്ലോസ്പോറിൻ എ. അസ്പെർജിലസ് നൈജർ സിട്രിക് ആസിഡ്, ട്രൈക്കോഡെർമ പോളിസ്പോറം സൈക്ലോസ്പോറിൻ എ. ഇനി ഇതിൽ ഒരു 3 ഓർഗാനിസത്തിന്റെ യൂസസ് കൂടെ പഠിക്കണം. സ്ട്രെപ്റ്റോകോക്കസ് സ്ട്രെപ്റ്റോകൈനേസ് ആണ് പ്രോഡക്റ്റ് എന്ന് മനസ്സിലാക്കി. അതിന്റെ യൂസ് ക്ലോട്ട് ബസ്റ്റർ ഇൻ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. മൊണാസ്കസ് പർപ്യൂറസ് എന്നുള്ളത് ഈസ്റ്റ് ആണ്. കിട്ടുന്ന പ്രോഡക്റ്റ് സ്റ്റാറ്റിൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. ട്രൈക്കോഡെർമ പോളിസ്പോറം ഫംഗസ് ആണ്. കിട്ടുന്ന പ്രോഡക്റ്റ് സൈക്ലോസ്പോറിൻ എ. It is used as an immunosuppressive agent in organ transplantation. അടുത്ത് നമുക്ക് മൈക്രോബ്സിനെ എങ്ങനെ നമുക്ക് ബയോ കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കാം. എന്താണ് ബയോളജിക്കൽ കൺട്രോൾ? It refers to the use of biological methods for controlling plant diseases and pests. സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളെയും അവ ഉണ്ടാക്കുന്ന ആൾക്കാരെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബയോളജിക്കൽ മെത്തേഡ്സിനെയാണ് ബയോ കൺട്രോൾ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ബയോ കൺട്രോൾ റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ്സ് ഫോർ കൺട്രോളിംഗ് പ്ലാന്റ് ഡിസീസസ് ആൻഡ് പെസ്റ്റ്. In our modern society, these problems have been tackled increasingly by the use of chemicals, by use of insecticides and pesticides. അപ്പോൾ ഈ ഒരു സംഭവത്തെ, ഈ ഒരു അറ്റാക്കിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പെസ്റ്റിസൈഡ്സ് ആണ്. രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള കീടനാശിനികൾ, അതുപോലെ തന്നെ ഷഡ്പഥനാശിനികൾ, പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ കീടനിയന്ത്രണം പ്രധാനമായിട്ടും ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് നമുക്കറിയാവുന്നതാണ്. എൻഡോസൾഫാൻ, അത് എത്രത്തോളം മനുഷ്യരാശിയെ അത് ബാധിച്ചു എന്നുള്ളത്, തലമുറകളോളം അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും കുട്ടികളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. These chemicals are toxic and extremely harmful to human beings and animals alike, and have been polluting our environment, soil, ground, water, fruits, vegetables and crop plants. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കെമിക്കൽസ് അവ എക്സ്ട്രീംലി ഹാർംഫുൾ ആണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. ഈ യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ മനുഷ്യരാശിക്ക് ഒരുപാട് ദോഷം ചെയ്യും. മനുഷ്യന് മാത്രമല്ല, മറ്റ് അനിമൽസിനും. അതുപോലെ നമ്മുടെ പരിസരത്തെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന പൊല്യൂഷൻ, മലിനീകരണവും ഉണ്ടാക്കും. The soil is also polluted through our use of weedicides. ഇപ്പോൾ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സിനെയും പോലെ തന്നെ മറ്റൊരു
ഹാംഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് വീഡിസൈഡ്സ്, കളനാശിനികൾ. അതും നമ്മുടെ മണ്ണിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. The soil is also polluted through our use of weedicides to remove weeds. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടതാണ് എങ്ങനെ നമുക്ക് ഈ ഒരു കെമിക്കലായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ട് ബയോളജിക്കലായിട്ട് നമുക്ക് ഈ പെസ്റ്റുകളെയും ഡിസീസസിനെയും എങ്ങനെ കൺട്രോൾ ചെയ്യാം. The biocontrol measures will greatly reduce our dependence on toxic chemicals and pesticides. അപ്പോൾ ബയോളജിക്കലി നശിപ്പിക്കുന്ന ഒരു ഓർഗാനിസത്തിനെ മറ്റൊരു ഓർഗാനിസം നശിപ്പിക്കുന്നത്, മുള്ളുകൊണ്ട് എടുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ഓർഗാനിസത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി മറ്റൊരു ഓർഗാനിസംസ് ഉപയോഗിക്കുന്നത്, അത് നമ്മുടെ കെമിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡ്സും അതുപോലെ ഇൻസെക്ടിസൈഡ്സും വീഡിസൈഡ്സും ഒക്കെ ഉപയോഗിക്കുന്നതിനെ നമുക്ക് തടയാൻ സാധിക്കും. അതിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് പിക്ചറിൽ കാണുന്ന ലേഡി ബേർഡ് ബീറ്റിൽ, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്ലൈസ്. ഇവയൊക്കെ നമുക്ക് സസ്യങ്ങളെ ആക്രമിക്കുന്ന ഈ ചാഴി അല്ലെങ്കിൽ ഏഫിഡ്സ് എന്നൊക്കെ പറയുന്ന ഈ ഓർഗാനിസംസിനെ, മൊസ്കിറ്റോസിനെയും ഒക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഓർഗാനിസംസിനെ ഉപയോഗിക്കാം. The very familiar beetle with red and black markings, റെഡും ബ്ലാക്കും മാർക്കിങ്സ് ഉള്ള ലേഡി ബേർഡ് ബീറ്റിൽ, ഡ്രാഗൺ ഫ്ലൈസ് are used to get rid of aphids and mosquitoes respectively. Example of microbial biocontrol agents. അപ്പോൾ ഈ ഒരു ബയോ കൺട്രോളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാവുന്നത് ഒരു പേരാണ് ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ. An example of microbial biocontrol agents that can be introduced in order to control butterfly caterpillars is the bacteria Bacillus thuringiensis, often written as BT. BT എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ, അത് ബയോ കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാക്ടീരിയയാണ്. അത് എഫക്റ്റീവ്ലി അത് ബട്ടർഫ്ലൈസിനെയും കാറ്റർപില്ലേഴ്സിനെയും ഒക്കെ, സസ്യങ്ങൾ ആക്രമിക്കുന്ന ബട്ടർഫ്ലൈയും കാറ്റർപില്ലേഴ്സിനെയും ഒക്കെ നശിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. നമുക്ക് മാർക്കറ്റിൽ നമുക്കിതിനെ പാക്കറ്റുകളായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, ഡ്രൈഡ് സ്പോർട്സ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം അതിന് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യുന്നിട്ട് ഈ പ്ലാന്റ്സിൽ, എസ്പെഷ്യലി കാബേജ്, കോളിഫ്ലവർ ഒക്കെ തുടങ്ങിയ അതുപോലത്തേക്ക് ബ്രാസിക്കാസ് കാറ്റഗറീസ് വരുന്ന പ്ലാന്റ്സിൽ നമ്മൾ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഈ ബട്ടർഫ്ലൈസ്, കാറ്റർപില്ലേഴ്സ് ഈ ഇലകളെ ഭക്ഷിക്കും. These are available in sackets as dried spores which are mixed with water and sprayed onto vulnerable plants such as brassicas and fruit trees, where these are eaten by the insect larvae. ഇൻസെക്ട് ലാർവെ ഈ സ്പ്രേ ചെയ്ത ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ബാക്ടീരിയ സ്പ്രേ ചെയ്ത ഇലകൾ ഇത് ഭക്ഷിക്കും. ഇത് ഭക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻ ദ ഗട്ട് ഓഫ് ദ ലാർവെ ദ ടോക്സിൻ ഈസ് റിലീസ്ഡ്. എന്ത് സംഭവിക്കും? ഈ ഭക്ഷണത്തിന്റെ കൂടെ ഇത് ഈ ബാക്ടീരിയയും കൂടെ അതിൻ്റെ ഗട്ടിലേക്ക് പ്രവേശിക്കും, അതിൻ്റെ വയറ്റിലേക്ക് എത്തുക. അവിടെ വെച്ചിട്ട് ഈ ബാക്ടീരിയ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിൻ ഈ കാറ്റർപില്ലേഴ്സിന് അലിമെന്ററി കനാലിനെ നശിപ്പിക്കും. അങ്ങനെ ഈ കാറ്റർപില്ലേഴ്സ് മരിച്ചു പോകും. ഇൻ ദ ഗട്ട് ഓഫ് ദ ലാർവേ ദ ടോക്സിൻ ഈസ് റിലീസ്ഡ് ആൻഡ് ദ ലാർവേ ഗെറ്റ് കിൽഡ്. ദ ബാക്ടീരിയൽ ഡിസീസ് വിൽ കിൽ ദ കാറ്റർപില്ലേഴ്സ് ബട്ട് ലീവ് അതർ ഇൻസെക്ട്സ് അൺഹാംഡ്. മറ്റ് ഇൻസെക്ട്സിനൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല, ഈ ഇൻസെക്റ്റിനെയാണ് ഇത് കൊല്ലുന്നത്. Because of the development of methods of genetic engineering, the scientists have introduced Bacillus thuringiensis toxin genes into plants. ഇപ്പോൾ മോഡേൺ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ സഹായത്താൽ ഇപ്പോൾ ബാക്ടീരിയയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ, ആ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളെ പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ പ്ലാന്റ്സിന് തന്നെ സെൽഫായിട്ട് ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ ഒരു ജീന് പ്ലാന്റ്സിന് കിട്ടിയാൽ, ബാക്ടീരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ജീന് പ്ലാന്റിൻ്റെ അകത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പ്ലാന്റ് തന്നെ സെൽഫായിട്ട് ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അങ്ങനത്തെ പ്ലാന്റ്സ് ഇൻസെക്ട് റെസിസ്റ്റൻ്റ് ആണ്.
Such plants are resistant to attack by insect pest. അപ്പോൾ ഈ ഇൻസെക്റ്റ് വന്ന് ഈ ടോക്സിൻ അടങ്ങിയ ഭക്ഷണമായിരിക്കും ഇത് കഴിക്കുന്നത്. ഈ ഇലകളോ ഇതെന്തായാലും അത് കഴിക്കുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും, അത് നശിച്ചു പോകും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് BT cotton, which is being cultivated in some states of our country. ചില സംസ്ഥാനങ്ങളിൽ, നമ്മുടെ രാജ്യത്തിലെ ചില സംസ്ഥാനങ്ങളിൽ ഈ BT cotton ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് ട്രൈക്കോഡെർമ. നേരത്തെ പേര് പരിചയപ്പെട്ടതാണ്. ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഒരു ഓർഗാനിസം, ഫംഗസിനെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആ ഫംഗസ് തന്നെ ഒരു ഡിസീസ് പ്രിവെന്റിങ്ങിന് വേണ്ടിയും സഹായിക്കുന്നുണ്ട്. ട്രൈക്കോഡെർമ സ്പീഷീസ് ആർ ഫ്രീ ലിവിംഗ് ഫംഗൈ ദാറ്റ് ആർ വെരി കോമൺ ഇൻ ദ റൂട്ട് എക്കോസിസ്റ്റം. റൂട്ടുമായിട്ട് അലൈഡ് ചെയ്ത് കാണുന്ന ഒരു ഫംഗസാണ്. ദേ ആർ എഫക്റ്റീവ് ബയോ കൺട്രോൾ ഏജൻസ് ഓഫ് സെവറൽ പ്ലാന്റ് പാത്തോജൻസ്. ഇപ്പോൾ ഒരുപാട് വൈറസ്, ബാക്ടീരിയ, ഡിസീസസുകളെ, വേരുകളെ ആക്രമിക്കുന്ന ഡിസീസസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയാസിനെയും അതുപോലെ തന്നെ മറ്റ് ഓർഗാനിസംസിനെയും ഒക്കെ നശിപ്പിക്കാൻ ഈ ഫംഗസിന്റെ പ്രസൻസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫംഗസ്, ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസും ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബയോ കൺട്രോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന അധ്യായത്തിലെ ഫോക്കസ് ഏരിയയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. Video lessons, please subscribe TLP's biology classes. Thank you.